ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓഫ് ക്യാമ്പസ് എപ്പിസോഡ് 5 ആൻഡ് 6ൻ്റെ റിവ്യൂ ആണ്. 7ഉം 8ഉം നാളെ വരും, 3ഉം 4ഉം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. സോ ഇന്നത്തെ 5ഉം 6ഉം ഞാൻ കണ്ടതിൽ അത്ര വലിയ കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഒരു മെയിൻ സക്സസ് ആയിട്ട് പറയുന്നത് വെച്ചാൽ യെസ്, അവർ ഒരുമിക്കുകയാണ് ഗൈസ്. അവർ ഒരുമിച്ചു, ദേ ആർ ബാക്ക്. ആൻഡ് അത് ആ ഒരു സ്പാർക്കും ആ ഒരു കെമിസ്ട്രിയും ആ ഒരു ഫണ്ണ് ക്യൂട്ട് സംഭവമൊക്കെ ശരിക്കും ഒരുമിക്കുന്നതിന് മുമ്പ് വരെ നല്ലതായിരുന്നു. പക്ഷെ ഒരുമിച്ചതിന് ശേഷം ഓൺലി ദിസ് യുനോ അതിൻ്റെ അപ്പുറത്ത് കൂട്ടുകാരുടെ വേറെ അതായിരുന്നു കൂടുതൽ കാണിച്ചത്. അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ബട്ട് അങ്ങനെ ഒരു സ്റ്റാർട്ട് അവരൊരു ഫണ്ണായിട്ടാണ് അവർ ഉദ്ദേശിച്ചതെങ്കിലും എനിക്ക് അത്ര പേഴ്സണലി അത്ര ഇഷ്ടമില്ല. ലൈക്ക് അത് അങ്ങനെയല്ല ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചത് ഇനി കാണേണ്ടിരുന്ന ഇവരുടെ ഒരു മൊമെന്റ്സ്. ബട്ട് അത് കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് അവരൊരു വലിയൊരു ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക്, ഐ മീൻ ലൈക്ക് അവരുടെ പാരൻസായിട്ട് മീറ്റ് ചെയ്യണം എന്നുള്ള സംഭവം അത്രയൊക്കെ എത്തി, ഇത്ര പെട്ടെന്ന് തന്നെ എത്തി. വാവ്. എന്നിട്ട് ആ അപ്പനെ കാണിക്കാൻ പോണ ഒരു സീൻ, അതിൻ്റെ തൊട്ട് അപ്പുറത്ത് അവരുടെ പരിപാടി എന്ന് പറയുമ്പോൾ ചിക്കൻ ഉണ്ടാക്കണത് എന്തുട്ടാണ് വേസ്റ്റ് ഓഫ് ടൈം. ആ ഒരു ഹോൾ താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിന് വേണ്ടി അവരുടെ ആ ഒരു പോർഷൻ വളരെ വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു. അതിൽ നിന്ന് ഉണ്ടാക്കാൻ അവർ ഉദ്ദേശിച്ച ഒരു ഫണ്ണ്, അതും അത്രയും ഫണ്ണായിരുന്നില്ല. തർക്കി കത്തിപ്പോണ സംഭവമൊന്നും എനിക്ക് അത്ര ലൈക്ക് വേസ്റ്റ് ഓഫ് ടൈം തോന്നി. ബട്ട് ലോകന്റെ ഒരു സംഭവം എനിക്ക് കൊള്ളാമെന്ന് തോന്നി. ആ ഒരു ചെക്കന് ഒരു എയിം ഉണ്ട്, അവൻ്റെ സ്വന്തമായൊരു സ്വന്തമായിട്ടൊരു വഴിയും അവരുടെ വീട് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ. അപ്പൊ ആ ചെക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ജോൺ ലോഗൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അവൻ കൊള്ളാം. ബട്ട് അവനും ഈ പെണ്ണും കൂടി ഉണ്ടാക്കാൻ, ഇവര് ഷോ റണ്ണേഴ്സ് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു കെമിസ്ട്രി എനിക്കത്ര അത്ര ബോധിച്ചില്ല. ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവം വേണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനൊരു ക്രഷിന്റെ സംഭവത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ആ ഒരു ഫാമിലി പോർഷൻ, ലൈക്ക് ഗാരറ്റിന്റെ സംഭവം, ഫില്ലുന്ന് അപ്പൻ, അവർ തമ്മിലുള്ള ഒരു സാധനം, അത് ഭയങ്കര ഹാർഡ് ടു വാച്ച്. അവരെ കണ്ടുകൊണ്ടിരിക്കുക. അവര് ഒരുമിച്ച് റൂമിൽ നിന്ന് ഒരു ഷോ കാണുമ്പോഴും, ഷോ അല്ല, അവര് ഗെയിമാണ് കാണുന്നത്, അത് കാണുമ്പോൾ പോലും ആ ഒരു ടെൻഷൻ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള ആ ഒരു ഫുൾ മൊമെന്റ്. പിന്നെ ആ ഒരു ഫിസിക്കൽ അബ്യൂസ് എന്ന ആ ഒരു സംഭവം കൊണ്ടുവന്നത് ഈ റിലേഷൻഷിപ്പിലെ മെയിൻ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് പോലത്തെ ഒരു റിലേഷൻ, ആ ഒരു കൂട്ടുകാരത്തെയും അവനും തമ്മിലുള്ളത്, അത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. ലൈക്ക് ഓക്കെ, ഇവൻ്റെ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് അതിൽ നിന്ന് ഓവർ ആവാൻ വേണ്ടി ഈ പെണ്ണ് ഇങ്ങനെ ഒരു രീതി തിരഞ്ഞെടുത്തു. ബട്ട് ഈ പെണ്ണ് അങ്ങനെ ഒരു പെണ്ണല്ലെന്ന് ആ പെണ്ണിനെ അറിയാം. ബട്ട് ആ ഒരു അപ്രോച്ച്, പിന്നെ ഈ ചെക്കൻ ഒരു കാഷ്വൽ ആണ് നോക്കുന്നെങ്കിലും എവിടെയോ എന്തോ റിയല് ചെയ്യാൻ ലൈക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ള പോലെ തോന്നിയത് കാരണം അത്ര വീടായിട്ട് വന്നില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഇതേപോലത്തെ ഷോകളിൽ കാഷ്വൽ സംഭവങ്ങൾ അവർ ഒരു ഇങ്ങനെ കാണിച്ചതിന് ശേഷം ഓക്കെ അത് റിയലിലേക്ക് എത്തിക്കും. അതെങ്ങനെയെങ്കിലും റിയലിലേക്ക് എത്തിക്കും. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ റിയൽ ലവ് വിൻസ് എന്നുള്ള സംഭവമാണ് ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം ഇതില് വർക്കൗട്ട് ചെയ്യാൻ അവർ നോക്കുന്നുണ്ട്. എന്തോ കാഷ്വൽ സംഭവത്തിന് കുറച്ച് ഗ്ലോറിഫൈ ചെയ്യണ പോലെ തോന്നി ഈ ഒരു ഷോയിൽ. ഇവരും കാഷ്വൽ ആയിട്ടാണ് തുടങ്ങിയത്, എന്നിട്ട് ഒറിജിനലായി ഇപ്പൊ അടുത്ത ആൾക്കാർ കാഷ്വൽ ആയിട്ട് തുടങ്ങിയേക്കണം. അപ്പൊ ഒരുമാതിരി സെയിം ടൈപ്പ് ഓഫ് സ്റ്റോറിനെ ഒരു മറിച്ച് ഉണ്ടാക്കി വേറെ രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കാൻ നോക്കണ പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ആ ഒരു ഫാമിലിയുടെ ആ ഫിസിക്കൽ അബ്യൂസും ആ ചെക്കൻ്റെ ആ ഒരു മൊമെന്റ് കാറിൽ വെച്ച് അവർ ഒരുമിച്ചാണതും, പിന്നെ ഈ ഒരു എനിക്ക് അവനുള്ളൊരു കുറച്ച് ഫ്രസ്ട്രേഷനും അവനോടുള്ള ദേഷ്യവും അവർ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നത്, അതൊക്കെ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു ആങ്കറൊക്കെ ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. കെട്ടിപ്പിടിക്കുമ്പോൾ അവൻ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് കെട്ടിപ്പിടിക്കുന്നത്. അതൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു മൊമെന്റ്സ് ഒക്കെ വളരെ നല്ലതായിരുന്നു. പിന്നെ ആ ഒരു ടർക്കി മൊമെന്റ്സിനെ കുറിച്ച് പറയാതിരിക്കണേ നല്ലത്. പിന്നെ അടുത്ത എപ്പിസോഡിൽ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഉള്ളതൊക്കെ. ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ തുടക്കത്തിൽ ഷോ പോയിരുന്നു, ഒറിജിനൽ ആളുടെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ അവന്റെ പേരെന്ന് ഷോൺ എങ്ങാണ്ടായിരുന്നു. ഇപ്പൊ കാഷ്വൽ ചെയ്യണമെന്നതും ശോകം. ആ പെണ്ണിന്റെ ഒരു സ്റ്റോറി ലൈനെ എനിക്ക് ഒട്ടും ബോധിക്കാത്തൊരു സ്റ്റോറി ലൈനാണ് ത്രൂ ഔട്ട്. പിന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സ് സീൻ, അതിന് മുമ്പ് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ കാശ് എത്തണ ഫണ്ട് റൈസർ എന്ന് പറഞ്ഞ സംഭവം, അതിന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നത്. പിന്നെ എല്ലാവരും ജസ്റ്റ് കാഷ്വലായിട്ട് സ്റ്റോറി നടന്നു പോകുന്ന പോലെയാണ്. കുറേ മെറ്റീരിയൽ ഇല്ല. ലൈക്ക് കുറച്ച് നല്ല മൊമെന്റ്സും കുറച്ച് നല്ല എലമെന്റ്സും പിന്നെ കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള, ലൈക്ക് കാഷ്വൽ അല്ല, കുറച്ച് ഡീപ്പായിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും
മെജോറിറ്റി ടൈം കളയണത് ഇതേപോലെ കാഷ്വൽ ആയിട്ടുള്ള കുറേ എന്തെങ്കിലും ഒരു പാർട്ടി പോവുകയോ അല്ലെങ്കിൽ ഒരു ഫണ്ട് റൈസർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു ടർക്കി കത്തിക്കുകയോ അങ്ങനെയൊക്കെ ആണ് പോകുന്നത്. സോ അതൊക്കെ വളരെ അൺനെസസറി ആയിട്ടുള്ള സ്റ്റോറി ലൈനായിട്ട് തോന്നി. ആ ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുമായിരുന്നു. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് ആ ഒരു സംഭവം കൊണ്ടുവന്നത്, ആ ഒരു അബ്യൂസിന്റെ സാധനം, സെക്ഷൽ അസൾട്ടിന് അത് കൊണ്ടുവന്നത്, അത് എനിക്കറിയായിരുന്നു. ലൈക്ക് ഹോക്കി പ്ലെയർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഇതെന്തായാലും ഇവനെതിരെ വരുമെന്നുള്ള ഒരാളായിരിക്കും എന്നുള്ളത്. അതെന്തായാലും അത് ക്ലൈമാക്സിൽ കാണിച്ചു കഴിഞ്ഞ് ലൈക്ക് 5ന്റെ അവസാനം ഇനി 6 7 ഉണ്ട്. അതിൽ മിക്കവാറും എങ്ങനെയൊക്കെ നടക്കുമെന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. അപ്പം ഇതിനും അവസാനം ഒരു ഹുക്ക് ഉണ്ടായിരുന്നു. ഇവര് ഇടയ്ക്കുണ്ടാക്കുന്ന ഹുക്കുകളെല്ലാനും വലിയ അത്ര ഹുക്കുള്ള പോലെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി ആ കൂട്ടുകാരത്തിൻ്റെ സാധനമാണെങ്കിലും. പിന്നെ ഇതാണ് ഏറ്റവും നല്ല ഹുക്ക്. ലൈക്ക് 5ൽ നടന്നത്, പിന്നെ ഇങ്ങനെ ഒരു സംഭവം എന്നുള്ളത്, പിന്നെ ആ പെണ്ണിന് ഒരു പാനിക് അറ്റാക്ക് പോലെ സാധനം ഉണ്ടായിരുന്നതും അതും ലൈക്ക് ഇനി കുറച്ചും കൂടി ഇൻറ്റൻസ് ആവും ഇനി എപ്പിസോഡ് വരാൻ പോകുന്ന ലാസ്റ്റ് 2-3 എപ്പിസോഡെങ്കിലും. ഡെഫിനറ്റ്ലി അതിനെന്തായാലും എക്സൈറ്റഡ് ആണ്. സോ യാ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.